ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ് ഇവയെല്ലാം പറ്റി പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ആഡ്വർബ്സ് ഓർ ക്രിയാവിശേഷണം. ആൻ ആഡ്വർബ് ഡിസ്ക്രൈബ്സ് എ വെർബ്. ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ ആഡ്വർബ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, ദ ഹോഴ്സ് റാൻ ഫാസ്റ്റ്. ഇവിടെ ഫാസ്റ്റ്, റാൻ എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നു. ഹി റൈറ്റ്സ് നീറ്റ്ലി. അവൻ നന്നായി എഴുതുന്നു. ഇതിൽ റൈറ്റ്സിനെ വിശേഷിപ്പിക്കുന്നതാണ് നീറ്റ്ലി. ഷീ ലിസൺഡ് കെയർഫുള്ളി. അവൾ ശ്രദ്ധാപൂർവം കേട്ടു. ഇതിൽ ലിസൺഡിനെ വിശേഷിപ്പിക്കുന്നതാണ് കെയർഫുള്ളി. ഇങ്ങനെ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കിനെ ആഡ്വർബ് എന്ന് പറയുന്നു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിപ്പോസിഷൻ. എ പ്രിപ്പോസിഷൻ റിലേറ്റ്സ് വൺ നൗൺ ഓർ പ്രോനൗൺ ടു അനദർ. ഒരു നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് മറ്റു വാക്കുകളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളെ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഷീ ഗോസ് ടു സ്കൂൾ. ഇവിടെ ടു ഉപയോഗിച്ച് വാക്കുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. പുസ്തകം മേശപ്പുറത്തുണ്ട്. ഇവിടെ ഓൺ ഉപയോഗിച്ചിരിക്കുന്നു. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 6 PM. ട്രെയിൻ 6 മണിക്കെത്തും. ഇവിടെ അറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ ഒരു നൗണിന് അല്ലെങ്കിൽ പ്രോനൗണിന് മറ്റു വാക്കുകളുമായുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നു. അടുത്തതായി പഠിക്കാൻ പോകുന്നത് കൺജങ്ഷൻസ്. എ കൺജങ്ഷൻ ജോയിൻ പാർട്സ് ഓഫ് എ സെൻറ്റൻസ്. വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്കുകളെ കൺജങ്ഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, വിനോദ് ആൻഡ് വിമൽ ആർ ഫ്രണ്ട്സ്. വിനോദും വിമലും കൂട്ടുകാരാണ്. ഇവിടെ ആൻഡ് ഉപയോഗിച്ചിരിക്കുന്നു. ഹി വാണ്ടഡ് ടു ബൈ എ പെൻ ഓർ എ ബുക്ക്. അവനൊരു പേനയോ പുസ്തകമോ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഓർ ഉപയോഗിച്ചിരിക്കുന്നു. ആൽദോ ഹീസ് റിച്ച്, ഹീസ് അൺഹാപ്പി. അവൻ ധനികനാണെങ്കിലും ദുഃഖിതനാണ്. ഇവിടെ ആൽദോ ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്കുകളെ കൺജങ്ഷൻ എന്ന് പറയുന്നു. അടുത്തതായി പഠിക്കാൻ പോകുന്നതാണ് ഇന്റർജെക്ഷൻ. An interjection is a word or phrase that expresses strong feeling or emotion. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ വ്യക്തമാക്കുന്ന വാക്കുകളെ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, അൽസ്, ഷീസ് ഡെഡ്. കഷ്ടം, അവൾ മരിച്ചു. ഇവിടെ അൽസ് ഉപയോഗിച്ചിരിക്കുന്നു. ഹുറേ, വി ഹാവ് വോൺ ദ മാച്ച്. ഹുറേ, നമ്മൾ നമ്മുടെ കളി ജയിച്ചു. ഇവിടെ ഹുറേ ഉപയോഗിച്ചിരിക്കുന്നു. ഹോ, ഐ ഹാവ് ലോസ്റ്റ് മൈ വാച്ച്. കഷ്ടം, എൻ്റെ വാച്ച് ഞാൻ നഷ്ടപ്പെടുത്തി. ഇവിടെ ഹോ ഉപയോഗിച്ചിരിക്കുന്നു. ഇതുപോലെ പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങൾ വ്യക്തമാക്കുന്ന വാക്കുകളെ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നു. 2 പാർട്ട് വീഡിയോയായി പാർട്ട് ഓഫ് സ്പീച്ചിലെ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ എന്നിവയെ പറ്റി പഠിച്ചു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.